മാധ്യമങ്ങളുടെ വർത്തമാനകാല പ്രസക്തി. ഇന്ന് ഏറ്റവും കൂടുതൽ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇതാണ്. മാധ്യമ നിഷ്പക്ഷതയും മാധ്യമ വിചാരണയും എന്നതാണ് ഇന്നത്തെ സംവാദത്തെ വ്യത്യസ്തമാക്കുന്നത്. ഈ സംവാദത്തെ സനാതന ധർമ്മ പരിഷത്ത് മാതൃകാ സംവാദം എന്ന് വിളിക്കുന്നു. ഏറ്റുമുട്ടലിനല്ല, ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും സമന്വയത്തിൻ്റെ സാധ്യതകൾ തേടുന്നതിനും വേണ്ടി കൂടിയാണ് ഈ സംവാദം. സംവാദത്തിൽ പങ്കെടുക്കുന്നവർ ശ്രീമദ് ചിദാനന്ദപുരസ്വാമികൾ, പ്രമുഖ ആധ്യാത്മികാചാര്യൻ എന്നതിനപ്പുറം വർത്തമാനകാലവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെ അടുത്തറിയുകയും എത്രയോ സംഘടനകൾക്കും വ്യക്തികൾക്കും മാർഗദർശനം നൽകുകയും ചെയ്യുന്ന മഹത് വ്യക്തിത്വം. പ്രഭാഷണങ്ങൾ കൊണ്ട് ശ്രദ്ധേയൻ, പ്രമുഖ ഗ്രന്ഥകാരൻ. നിരവധി ഗ്രന്ഥങ്ങൾ സ്വാമിജിയുടേതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു സംവാദകൻ പ്രൊഫസർ KN കുഞ്ഞഹമ്മദ്, പ്രമുഖ ഇടതുപക്ഷ ചിന്തകൻ, എഴുത്തുകാരൻ. പുരോഗമന കലാസാഹിത്യ സംഘം ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ബുദ്ധികേന്ദ്രം. ഗൗരവമേറിയ പ്രഭാഷണങ്ങളാൽ, സംവാദങ്ങളാൽ ശ്രദ്ധേയൻ. മോഡറേറ്റർ കേസരി മുഖ്യ പത്രാധിപരും നമുക്കെല്ലാം സുപരിചിതനുമായ ഡോക്ടർ NR മധു. അദ്ദേഹം നിരവധി ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. കവിയാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് സ്വാമി വിവേകാനന്ദൻ്റെയും അരവിന്ദ മഹർഷിയുടെയും വിദ്യാഭ്യാസ ദർശനത്തിൽ എന്നതാണ്. ഉടൻ തന്നെ മാതൃകാ സംവാദം ആരംഭിക്കുന്നു. ശങ്കര പ്രഭൃതിഭേ ദേവൈ സദാ വന്ദിതാ സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഢ്യാം പഹാ ശുക്ലാം ബ്രഹ്മ വിചാര സാര പരമാ ആദ്യാം ജഗത്യാപിനീ വീണാ പുസ്തകധാരിണി അഭയദാ ജാഢ്യാന്ധകാരാപഹാ ഹസ്തേ സ്ഫാടികമാലികാം വിദധതീം പദ്മാസനേ സംസ്ഥിതാ വന്ദേ താം പരമേശ്വരി ഭഗവതി ബുദ്ധിപ്രദാം ശാരദാ. പ്രിയമുള്ളവരെ, സനാതന ധർമ്മ പരിഷത്തിൻ്റെ ഈ വർഷത്തെ പരിപാടിയുടെ അവസാന ദിവസമായിരുന്നു ഈ ഒരു വേദിയിൽ മാധ്യമ സംവാദം സംഘടിപ്പിച്ചിരിക്കുകയാണ്. വിഷയം മാധ്യമ നിഷ്പക്ഷതയും മാധ്യമ വിചാരണയും. ഒരുപക്ഷെ ഇന്ന് ആധ്യാത്മിക വിഷയത്തിൽ മാധ്യമത്തിന് എന്ത് പ്രാധാന്യമെന്ന് ആളുകൾ ചോദിക്കാം. പക്ഷേ മാധ്യമം ഇന്ന് മധ്യത്തിലാണോ നിൽക്കുന്നത്? മധ്യത്തിൽ നിൽക്കേണ്ട വായനക്കാരൻ്റെയും
വാർത്തയുടെയും മധ്യത്തിൽ നിൽക്കേണ്ട മാധ്യമം ഒരു പക്ഷം ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വികാരങ്ങളും വിചാരങ്ങളുമൊക്കെ വ്യക്തമായി ബോധ്യപ്പെട്ടവരാണ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. എന്താണ് മാധ്യമത്തിൻ്റെ ലക്ഷ്യം എന്ന ചിന്തയെ കൈവിട്ടുകൊണ്ട് വായനക്കാരെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് കൃത്യമായ അജണ്ടകളിലൂടെ നടന്നു പോകുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഫലം പല വിധത്തിലും അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് വ്യക്തമായ കൃത്യമായ ബോധ്യമുള്ള ആളുകൾ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുകയാണ്. അവരെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ ഭാരതത്തിലെ ആധ്യാത്മിക രംഗത്ത് സജീവ സാന്നിധ്യമായ, ഒരുപക്ഷെ കോഴിക്കോട്ടുകാർക്ക് സ്വാമിജി എങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടതെന്നറിയില്ല. വാക്കിനപ്പുറം നമ്മുടെ ഹൃദയത്തിലൊക്കെ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികളെ ഹൃദയപൂർവ്വം നമുക്കെല്ലാം വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രൊഫസർ KEN കുഞ്ഞഹമ്മദ് വാർത്തകളിലൂടെ, ലേഖനങ്ങളിലൂടെ, അധ്യാപന ശൈലിയിലൂടെ, പ്രസ്താവനകളിലൂടെ നമ്മൾ അറിഞ്ഞ പ്രൊഫസർ KEN കുഞ്ഞഹമ്മദ് കേരളത്തിലെ പ്രഭാഷണ രംഗത്ത് സജീവം, ഇടതുപക്ഷ ചിന്താരംഗത്ത് സജീവം, അതുപോലെ പലപ്പോഴും പ്രസ്താവനകളിലൂടെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട പ്രൊഫസർ KEN കുഞ്ഞഹമ്മദ് സാറിനെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ NR മധു, ഇപ്പോൾ കോഴിക്കോട്ടുകാരൻ, കേസരി വാരികയുടെ മുഖ്യ പത്രാധിപർ. ഇപ്പോൾ കേസരിയെ അറിയുമ്പോൾ കേസരിയുടെ കൂടെ കേസരി എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യത്തെ കൃത്യമായി വാരികയിലൂടെ സജീവമാക്കുന്ന മധുവേട്ടൻ NR മധു അവരുടെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഒരു പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തുന്ന അഡ്വക്കേറ്റ് T അരുൺ ജോഷി അവർകൾ, അതേപോലെ ഇവിടെ നമുക്ക് വേണ്ടി മനോഹരമായി പ്രാർത്ഥന ചൊല്ലിയ നമ്മുടെ കൊച്ചു സഹോദരിമാർ, ഇവിടെ കൂടിയ സനാതന ധർമ്മ പരിഷത്തിനോടും സനാതന ധർമ്മത്തോടും സ്നേഹം കാണിക്കുന്ന, അതിനെയൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പൂജനീയ സ്വാമി ചിദാനന്ദപുരി, ബഹുമാനപ്പെട്ട KEN കുഞ്ഞഹമ്മദ്, ചർച്ച ശ്രവിക്കുവാനും പങ്കെടുക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രബുദ്ധരായ ശ്രോതാക്കളെ നമസ്കാരം. കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ ഇന്നിവിടെ മാതൃകാപരമായി സംവാദ രൂപത്തിൽ നാം വിചിന്തനം ചെയ്യുകയാണ്. മാധ്യമ നിഷ്പക്ഷതയും മാധ്യമ വിചാരണയുമെന്ന അതീവ പ്രസക്തമായ ഒരു വിഷയം പ്രമുഖരായ രണ്ട് വ്യക്തികൾ വാദേ വാദേ ജായതേ തത്വബോധം എന്ന ചിരന്തനമായ ഭാരതത്തിൻ്റെ വിശ്വാസ പ്രമാണത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രൗഢഗംഭീരമായ ഈ സദസ്സിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മാധ്യമ സംവാദങ്ങൾ, മാധ്യമ വിചിന്തനങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ വസ്തുനിഷ്ഠവും നിഷ്പക്ഷവുമാവേണ്ടത് അനിവാര്യമാണ്. അതിനു വിരുദ്ധമായി സംഭവിക്കുമ്പോഴുണ്ടാവുന്ന ജനാധിപത്യ മൂല്യങ്ങളുടെ ചോർച്ച,
അത് നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സായാഹ്ന ചർച്ചകളിലും രാത്രി ചർച്ചകളിലും നടക്കുന്നത് പലപ്പോഴും മാധ്യമ വിചാരണയാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് വിഷയ അവതാരകൻ്റെ അല്ലെങ്കിൽ ചാനൽ മുതലാളിയുടെ താൽപ്പര്യങ്ങൾ അനുസരിച്ച് നടക്കുന്ന മാധ്യമ വിചാരണയിൽ നിന്നും സത്യം സംജാതമാകുന്നതല്ല എന്ന് നാം നിത്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടുതന്നെ ഇന്ന് നടക്കുന്ന മാധ്യമ ചർച്ചകൾ പലപ്പോഴും വ്യക്തിപരമായ പരാമർശങ്ങൾ കൊണ്ടും അസഭ്യ ഭാഷണങ്ങൾ കൊണ്ടും അന്തസ്സുള്ളവർക്ക് കേൾക്കുവാനോ കാണുവാനോ സാധിക്കാത്ത തരത്തിലേക്ക് നിപതിച്ചു പോയിരിക്കുകയാണ്. അവിടെയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്ന ആശയ സംവാദത്തിൻ്റെ മുന്നിൽ ചേർത്തിരിക്കുന്ന മാതൃകാപരമെന്ന വിശേഷണം. അത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഈ ചർച്ചയുടെ നിയന്ത്രകൻ അഥവാ മോഡറേറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇത് തത്വബോധമുണർത്തുവാൻ വേണ്ടിയുള്ള ആരോഗ്യകരമായ വിചിന്തനമാണ്. അതിനപ്പുറത്തേക്ക് വാദിക്കാനോ ജയിക്കാനോ അല്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കാനോ ജയിക്കാനോ അല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് ഈ വേദി എന്ന ബോധം. ഇതിൽ പങ്കെടുക്കുന്ന രണ്ടുപേരെ സംബന്ധിച്ചും എനിക്ക് ആശങ്കയില്ല. പ്രമുഖരും പ്രസിദ്ധരും പരിണിതപ്രജ്ഞരുമാണ്. പ്രൗഢഗംഭീരമായ സദസ്സിനെ കുറിച്ചും എനിക്ക് ആശങ്കയില്ല. എങ്കിലും ചർച്ചയിൽ ഇടപെടുന്നവർ എന്നുള്ള നിലയ്ക്ക് പുലർത്തേണ്ട പക്വത ഉണ്ടാവണമെന്നാണ് ഇതിൻ്റെ നിയന്ത്രകൻ എന്നുള്ള നിലയ്ക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം. ജനാധിപത്യ സംവിധാനത്തെ താങ്ങി നിർത്തുന്നത് 3 തൂണുകളാണ് എന്ന് പറയാറുണ്ട്. അതിൽ പ്രഥമമായിട്ടുള്ളത് അച്ചടി മാധ്യമമാണ്. രണ്ടാമതുള്ളത് ദൃശ്യമാധ്യമമാണ്. മൂന്നാമതുള്ളത് ടെലികാസ്റ്റിംഗ് മാധ്യമമാണ്, TV പോലെയുള്ള സംവിധാനം. ഇന്ന് എന്താണെങ്കിലും 3 തൂണും കടന്ന് 4മതൊരു തൂണും കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് ന്യൂ ജനറേഷൻ മീഡിയ അഥവാ സോഷ്യൽ മീഡിയ. ഫേസ്ബുക്കും ട്വിറ്ററും ബ്ലോഗുമെല്ലാം ആയിട്ടുള്ള ഈ ന്യൂ ജനറേഷൻ മീഡിയ ജനാധിപത്യ സംവിധാനത്തിൻ്റെ 4മത്തെ തൂണായി മാറിയിരിക്കുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവസാനം സമയം ലഭിച്ചാൽ പറയാം എന്ന് കരുതുന്നു. ഈ സംവാദത്തെക്കുറിച്ച് സാഗൂതം ശ്രദ്ധാപൂർവം കേൾക്കുവാനും പങ്കെടുക്കുവാനും ഇരിക്കുന്ന എല്ലാവരെയും ഈ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആരോഗ്യകരമായ സംവാദം ഇവിടെ സമാരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ KEN കുഞ്ഞഹമ്മദ് സാറിനെ ക്ഷണിക്കുകയാണ്. ആദരണീയനായ സ്വാമികൾ, പ്രിയപ്പെട്ട മോഡറേറ്റർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വളരെ ആഹ്ലാദത്തോടും അഭിമാനത്തോടുമാണ് ഈ സംവാദത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. പ്രധാനമായും ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രബുദ്ധ സദസ്സിൽ ഇത്തരമൊരു സംവാദത്തിൽ പങ്കെടുക്കുമ്പോൾ അനിവാര്യമായും ഇവിടെ ആലോചനക്കെടുക്കുന്ന വിഷയം മാത്രമല്ല, മോഡറേറ്റർ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമായ ആരോഗ്യകരമായൊരു സംവാദത്തിൻ്റെ മാതൃകയായി എങ്ങനെ നമുക്ക് സ്വയം മാറാൻ കഴിയും എന്ന ഒരു ആലോചന കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീക്ഷണ സംബന്ധിയായ ഒരു നിഷ്പക്ഷത നിലനിൽക്കില്ല. വസ്തുതകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നാം നിഷ്പക്ഷരാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ വസ്തുതകൾ എന്ന നിലയിൽ തന്നെയാണ് അവതരിപ്പിക്കപ്പെടേണ്ടത്. എന്നാൽ വീക്ഷണങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും, ആവേണ്ടതുണ്ട്. കാരണം
നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ എന്നതുകൊണ്ട് ഞാൻ വിവക്ഷിക്കുന്നത് വർത്തമാനകാലത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു ജീവിതം എന്ന പരിമിതമായ അർത്ഥത്തിലല്ല, മറിച്ച് നമുക്ക് മുമ്പ് മരിച്ചുപോയവർ, ഇനി പിറക്കാനിരിക്കുന്നവർ എന്ന പരിമിതമായ അർത്ഥത്തിൽ പോലുമല്ല, അതിനുമൊക്കെ അപ്പുറത്ത് അവ്യാഖ്യേയമെന്നോ ദുർഗ്രഹമെന്നോ ദുരൂഹമെന്നോ ഒക്കെ പറയാവുന്ന അതിസങ്കീർണമായ, വിവരണങ്ങളിൽ നിന്ന് വഴുക്കുന്ന, എന്നാലും വിശകലനങ്ങൾക്ക് വിധേയമാക്കാവുന്ന സങ്കീർണമായ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രപഞ്ചം കൂടി ഉൾക്കൊള്ളുന്ന, പ്രകൃതി കൂടി ഉൾക്കൊള്ളുന്ന, സസ്യജന്തു സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന, സൂക്ഷ്മജീവികൾ ഉൾക്കൊള്ളുന്ന എല്ലാം കൂടി അടങ്ങുന്ന ഒരാകത്തുകയിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമുക്കറിയാം, വൈവിധ്യം തന്നെയാണ് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ ആവിഷ്കാര രൂപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. വൈവിധ്യങ്ങളുടെ ചിറകുകൾ വെട്ടി അതിൻ്റെ കാലുകൾ കെട്ടി ഏതെങ്കിലും ഒരു മാതൃകയിലേക്ക് മനുഷ്യരെ, ജീവജാലങ്ങളെ, സസ്യപ്രകൃതിയെ, ഭൂപ്രകൃതിയെ, അസ്തിത്വത്തിൻ്റെ നാനാവിധമായ പ്രകാരഭേദങ്ങളെ പരിമിതപ്പെടുത്താനാവില്ല എന്ന ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ വീക്ഷണഭേദങ്ങൾ എന്ന ഒരു മൗലികമായ ആശയം മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ അറിവിൻ്റെ മണ്ഡലത്തിലും നിരവധി തരത്തിലുള്ള വീക്ഷണഭേദങ്ങൾ അനിവാര്യമാണ്. ശാസ്ത്രത്തിൻ്റെ ദർശനം എന്ന പ്രശസ്തമായ ഫിലിപ്പ് ഫ്രാങ്കിൻ്റെ പുസ്തകത്തിൽ ഒരു സന്ദർഭം വിവരിക്കുന്നുണ്ട്. അത് കാറ് കണ്ടുപിടിച്ച കാലത്ത് ആണ്. കാറ് എന്നൊന്നും പറയുമ്പോൾ ഒരു തരത്തിലും കോരിത്തരിപ്പിക്കുന്നൊരു വാഹനമേ അല്ല അത്. അതൊക്കെ പിന്നിട്ട് നാം വളരെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കാറ് കണ്ടുപിടിച്ച ആ സമയത്ത് അതുണ്ടാക്കുന്ന ഒരു വിസ്മയമുണ്ട്. ആ സമയത്ത് വിയന്നയിലെ ഒരു എഞ്ചിനീയർ, വിയന്നയിലെ തന്നെ ഒരു ആർച്ച് ഡ്യൂക്കിന്, ആ പ്രദേശത്തെ വലിയൊരു പ്രമാണിക്ക് കാറിനെ കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വിവരിച്ചു കൊടുക്കുമ്പോൾ രണ്ട് കാര്യം മിനിമം ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. വിവരിക്കുന്ന ആൾക്ക് വിവരിക്കാനുള്ള അറിവുണ്ടാവണം, അതിനുള്ള കഴിവുണ്ടാവണം. കേൾക്കുന്ന ആൾക്ക് അത് കേട്ടാൽ കുറച്ചെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാകണം, മനസ്സിലാക്കാനുള്ള പൂർണ്ണ സന്നദ്ധതയും ഉണ്ടാകണം. നമ്മുടെ സൗകര്യത്തിന് ഫിലിപ്പ് ഫ്രാങ്ക് വിവരിക്കുന്ന ഈ ആർച്ച് ഡ്യൂക്കിനും അതുപോലെ തന്നെ ഈ എഞ്ചിനീയർക്കും ഈ രണ്ട് കഴിവുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആർച്ച് ഡ്യൂക്ക് വിവരിച്ചു കൊടുത്തു. വിവരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിച്ചു. എല്ലാം മനസ്സിലാവുന്നുണ്ട്. അവസാനം ഒരു ചോദ്യം കൂടി ചോദിച്ചു. പറഞ്ഞു തീർന്നപ്പോൾ ഇനി എന്തെങ്കിലും മനസ്സിലാകാൻ ബാക്കിയുണ്ടോ? അപ്പോൾ ഈ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു, ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞതെല്ലാം കൃത്യമാണ്, പക്ഷേ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ആ ചോദ്യം എന്താണ്? കുതിര എവിടെ എന്നായിരുന്നു ആ ചോദ്യം. കുതിര എവിടെ എന്നായിരുന്നു ചോദ്യം. ഇനി രണ്ടാമത്തെ ഒരു സന്ദർഭം അമേരിക്കയിൽ വെച്ചാണ് നടക്കുന്നത്. ജീവിതത്തിൽ ഇതുവരെ കുതിരയെ കണ്ടിട്ടില്ലാത്ത യന്ത്രയുഗത്തിലെ ഒരു കുട്ടിക്ക് ഒരു ചരിത്രാധ്യാപകൻ പഴയകാലത്തെ കുതിരവണ്ടികളെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാണ്. എല്ലാം കൃത്യമായി വിവരിച്ചു. വണ്ടി, ചക്രം, മുന്നിൽ കുതിര, കുതിരയെ ഓടിക്കാൻ ഒരു കുതിരക്കാരൻ, എല്ലാം പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഓരോ സന്ദർഭത്തിലും കുട്ടിയോട് ചോദിച്ചു, വ്യക്തമല്ലേ വ്യക്തമല്ലേ? കുട്ടി പറഞ്ഞു, എല്ലാം വ്യക്തം. അവസാനം ഈ ചരിത്രാധ്യാപകൻ കുട്ടിയോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ, സംശയമുണ്ടോ? കുട്ടി പറഞ്ഞു, എല്ലാം മനസ്സിലായി, പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഒരേ ഒരു ചോദ്യം. ചരിത്രാധ്യാപകൻ പറഞ്ഞു, ചോദിച്ചോളൂ. കുട്ടി ചോദിച്ചു, മോട്ടോർ എവിടെ? ഫിലിപ്പ് ഫ്രാങ്ക് നൽകുന്ന ഈ ഉദാഹരണം കൃത്യമാണ്. എന്തുകൊണ്ടെന്നാൽ ജന്തുക്കൾ ഊർജം ഉൽപ്പാദിപ്പിച്ച ഒരു ചരിത്രഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും ബുദ്ധിമാനായ ഒരു മനുഷ്യന് പോലും ജന്തുവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു യന്ത്രം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച്, കുതിരശക്തി, ഹോഴ്സ് പവർ എന്നൊക്കെ മാത്രം പറഞ്ഞ് ജീവിച്ച ഒരു കാലത്ത് കാറിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും കാറ് ചലിക്കണമെങ്കിൽ ഒരു കുതിര തന്നെ വേണം എന്നൊരു കാഴ്ചപ്പാട് ജന്തു പാരമ്പര്യത്തിൽ നിന്ന് രൂപം കൊണ്ട ശരിയായ ചോദ്യമാണ്. എന്നാൽ ഒരു യന്ത്ര പാരമ്പര്യത്തിൽ നിന്ന്
കുതിരവണ്ടിയെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒരു യന്ത്രം വേണമെന്ന് കുട്ടിയുടേത് ഒരു യന്ത്ര പാരമ്പര്യത്തിൻ്റെ ചോദ്യമാണ്. ഫിലിപ്പ് ഫ്രാങ്ക് പരിചയപ്പെടുത്തുന്നത് ജൈവ പാരമ്പര്യത്തിൽ നിന്ന് ഉയർന്നു വരാവുന്ന ഒരു ചോദ്യം, യന്ത്ര പാരമ്പര്യത്തിൽ നിന്ന് ഉയർന്നു വരാവുന്ന മറ്റൊരു ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങളെ ഞാനിവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഓരോ ചരിത്രഘട്ടവും അതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു വലിയ പരിധി വരെ സർഗാത്മകത, ആലോചനപരത ഇതൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും അതിൻ്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്നത് ആ ചരിത്ര സന്ദർഭം തന്നെയാണ്. അതുകൊണ്ട് വീക്ഷണ സംബന്ധമായ വ്യത്യാസങ്ങൾ എന്നുമാത്രം പറഞ്ഞ് ചുരുക്കാനാവില്ല. വീക്ഷണ വൈരുദ്ധ്യങ്ങൾ, വീക്ഷണ സംഘർഷങ്ങൾ അനിവാര്യമാണ്. മാധ്യമങ്ങൾക്കും ഈ വീക്ഷണ സംഘർഷങ്ങളുടെ ചൂട് പിടിച്ചൊരു ലോകത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാധ്യമം സ്വയം നിഷ്പക്ഷമാണ് എന്ന് അവകാശപ്പെടുകയാണെങ്കിൽ അത് അതിൻ്റെ തെറ്റായൊരു പരസ്യമായിട്ട് മാത്രമേ പരിഗണിക്കാനാവൂ. ആ പരസ്യം തെറ്റാവുന്നത് ഒരു ചരിത്ര വിശകലനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതേസമയം മാധ്യമ നിഷ്പക്ഷതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജനാധിപത്യവാദികൾ മുന്നോട്ട് വെക്കുന്നത് വസ്തുതകളുടെ കാര്യത്തിൽ പരമാവധി കൃത്യത പുലർത്തണം, സത്യസന്ധത പുലർത്തണം എന്ന് മാത്രമാണ്. ഇതാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക നിരീക്ഷണം. രണ്ടാമത്തെ വസ്തുത ജനാധിപത്യവുമായി മാധ്യമങ്ങൾക്കുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ്. അതിനു മുമ്പ് ജനാധിപത്യം എന്നാൽ എന്താണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തെക്കുറിച്ച് പൊതുവെ പ്രചുരപ്രചാരമുള്ള ഒരു നിർവചനം സത്യത്തിൽ അബ്രഹാം ലിങ്കൻ്റെ ഗട്ടിസ്ബർഗ് പ്രസംഗവുമായി, ഗട്ടിസ്ബർഗ് അഡ്രസ് എന്ന് പറയുന്ന 1863 ചരിത്രപ്രസിദ്ധമായ ഗട്ടിസ്ബർഗ് പ്രഭാഷണത്തിലാണ് അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ച് ഇന്ന് പ്രചാരമായ ആ നിർവചനം അവതരിപ്പിക്കുന്നത്. സത്യത്തിൽ ആ നിർവചനത്തിലെ ഏറ്റവും അടിസ്ഥാന വാക്യമായി ഞാൻ കരുതുന്നത് ഡെമോക്രസി ഈസ് ദ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നുള്ളതല്ല. അത് പ്രധാനം തന്നെ. പക്ഷേ അതിനെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ദാറ്റ് ഷാൽ നോട്ട് പെരിഷ് ഫ്രം ദി എർത്ത്, അത് ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൂടാ, തകർന്നുകൂടാ, നശിച്ചുകൂടാ. അതായത് എന്തൊക്കെ തരത്തിലുള്ള പരിമിതികളുണ്ടെങ്കിലും ലോകത്തിലെങ്ങുമുള്ള മനുഷ്യജീവിതം ഉൽപ്പാദിപ്പിച്ച, സാമാന്യേന വികസിച്ച ഒരു രാഷ്ട്രീയ ആവിഷ്കാര രൂപം എന്ന അർത്ഥത്തിൽ ജനാധിപത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ജനാധിപത്യത്തിൻ്റെ പ്രവർത്തനം അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് മാധ്യമ വിചാരവും വിചാരണയും വികസിച്ചു വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അടങ്ങുന്ന ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ, ജനാധിപത്യം ഒരു ജീവിത രീതി എന്ന അർത്ഥത്തിൽ, ഒരു തത്വചിന്ത എന്ന അർത്ഥത്തിൽ അതിനൊക്കെ അപ്പുറത്ത് നാം കാണേണ്ടതാണ്. പക്ഷേ ഒരു ഭരണരീതി എന്ന അർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 3 തൂണുകൾ എന്ന് പറയുന്ന ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും, ആ 3 പ്രധാനപ്പെട്ട സ്തംഭങ്ങൾ, തൂണുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലെജിസ്ലേച്ചറിൻ്റെ അകത്ത് നിന്ന് ഉയർന്നു കേട്ട ഒരു ശബ്ദമായിരുന്നു ഞങ്ങളും ഇവിടെയുണ്ട്. അതാണ് പിൽക്കാലത്ത് പ്രശസ്തമായി തീർന്ന 4ാം തൂണ്, ഫോർത്ത് എസ്റ്റേറ്റ്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഞങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അത് അപഗ്രഥിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. അതാണ് ജനാധിപത്യത്തിൻ്റെ അന്തസത്ത എന്ന അർത്ഥത്തിൽ ഫോർത്ത് എസ്റ്റേറ്റ്, 4ാം തൂണ്. അതാണ് പൊതുവെ മാധ്യമം എന്നതുകൊണ്ട് നാം വിവക്ഷിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. എന്നാൽ ജനാധിപത്യത്തിന് സംഭവിച്ച മൗലികമായ ചില പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മാധ്യമങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഒരു വിചാരണയുടെ തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ 2015 ലോക പശ്ചാത്തലത്തിൽ, ആ ലോകത്തിൻ്റെ ഭാഗമായ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഡെമോക്രസി എന്ന് പറയുന്ന ജനാധിപത്യം കോർപ്പറേറ്റോക്രസി എന്ന് പറയുന്ന മൂലധന സർവാധിപത്യത്തിന് വഴിമാറിക്കൊടുത്തൊരു ചരിത്ര സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ ഈ വിഷയം അന്വേഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് എന്ന പഴയ നിർവചനത്തിൽ നിന്ന്
കോർപ്പറേറ്റോക്രസിയുടെ കൊമ്പ് എന്ന ഒരു പുതിയ തലത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്ന മൗലികമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു ആവിഷ്കാര രൂപം എന്ന അർത്ഥത്തിൽ മാധ്യമങ്ങൾ നിലനിന്നിട്ടുണ്ട്, ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കടക്കുമ്പോൾ അതിന്ന് മൂലധനാധിപത്യത്തിൻ്റെ ഒരു സുരക്ഷാ സൈന്യമായി, മൂലധന മൂല്യങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു സുരക്ഷാ മതിലായി മാധ്യമങ്ങൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുത, മാധ്യമ വിചാരണയിലെ ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുതകളിൽ ഒന്ന്, ആരാണ് ഈ പറയപ്പെടുന്ന മാധ്യമങ്ങളുടെ ഉടമസ്ഥർ എന്നുള്ളത് തന്നെയാണ്. നോം ചോംസ്കി മുതൽ എഡ്വാർഡ് സെയ്ദ് മുതൽ മാധ്യമ വിമർശനം നടത്തിയവർ മുഴുക്ക ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്, മാധ്യമങ്ങളുടെ ഉടമസ്ഥരാരാണ്? പത്രങ്ങളായ പത്രങ്ങളുടെ, റേഡിയോ, ടെലിവിഷൻ, സൈബർ സ്പേസ്, ഇതിൻ്റെയൊക്കെ ഉടമസ്ഥന്മാർ ആരാണ്? അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരമെന്ന് പറയുന്നത് സാർവദേശീയാടിസ്ഥാനത്തിൽ ബിഗ് ബ്രദേഴ്സ് എന്ന് പറയുന്ന AP, UPI, AFI, റോയിറ്റർ തുടങ്ങിയ ബിഗ് 4, 4 വലിയ ചേട്ടന്മാർ എന്ന് പറയുന്ന അസോസിയേറ്റഡ് പ്രസ്സും യുണൈറ്റഡ് പ്രസ് ഇൻ്റർനാഷണലും ഏജൻസ് ഫ്രാൻസ് പ്രസ്സും റോയിറ്ററും അടങ്ങുന്ന ബിഗ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ 4 സാർവദേശീയ വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ മൂലധനത്തിൻ്റെ നിയന്ത്രണത്തിലാണത് എന്ന് വ്യക്തമാകും. അതിൻ്റെ ഉടമസ്ഥർ ആര്? അതിൻ്റെ വരുമാനത്തിൻ്റെ സ്രോതസ്സുകൾ എന്താണ്? വിശകലനത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. നോം ചോംസ്കി 5 അരിപ്പകളെ കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമത്തേത് സമ്മർദ്ദ ശക്തികൾ എന്ന് പറയുന്ന, എല്ലാ മാധ്യമങ്ങൾക്ക് മേലും നിയന്ത്രണം നേടിയെടുക്കാൻ കഴിയുന്ന സമ്മർദ്ദ ശക്തി ആരാണ്? നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ, അവരുടെ ജീവിത പ്രശ്നങ്ങൾ, അതിനൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മേൽ സമ്മർദ്ദ ശക്തിയാവാൻ പറ്റില്ല. എന്നാൽ മൂലധന ശക്തികൾക്ക്, ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ആൾദൈവങ്ങൾക്ക്, അധോലോക നായകർക്ക് ഒക്കെ സമ്മർദ്ദ ശക്തിയാവാൻ പറ്റും. അതിനെത്രയോ ഉദാഹരണങ്ങളുണ്ട്, വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സമ്മർദ്ദ ശക്തികൾ ആര്? ബഹുജനങ്ങളാണോ? അതല്ല അധികാരികളാണോ? പലതരത്തിലുള്ള അധികാരികൾ തന്നെയാണ് സമ്മർദ്ദ ശക്തികളായി പ്രവർത്തിക്കുന്നത്. അതിനും പ്രധാനമായ മറ്റൊരരിപ്പ എന്ന് പറയുന്നത്, നോം ചോംസ്കി ആദ്യഘട്ടത്തിൽ ആൻറ്റി കമ്മ്യൂണിസം എന്ന് പറഞ്ഞ, പിന്നീട് സാമാന്യബോധം എന്ന് വിളിച്ച ഒരു വസ്തുതയാണ്. ഞാൻ എൻ്റെ 4ാമത്തെ നിരീക്ഷണം സാമാന്യബോധത്തിൽ നിന്ന് ആരംഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സാമാന്യബോധം എന്ന് പറയുമ്പോൾ ആ പരികൽപ്പന പ്രാഥമികമായി സൂചിപ്പിക്കുന്നത് പോലെ സാമാന്യ ജനങ്ങളുടെ ബോധമല്ല, മറിച്ച് സാമാന്യ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അധികാരബോധത്തെയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അന്തോണിയോ ഗ്രാംഷിയുടെ ഒരു പദപ്രയോഗം കടമെടുത്താൽ, ഭരണവർഗ തത്വചിന്തയുടെ നാട്ടാചാര രൂപമാണ് സാമാന്യബോധം. അത് ജനങ്ങളുടെ ജീവിതമോ അവരുടെ ജീവിതത്തിൻ്റെ താല്പര്യങ്ങളെയോ അല്ല പ്രതിനിധീകരിക്കുന്നത്, ഭരണവർഗത്തിൻ്റെ താല്പര്യങ്ങളെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം ഏത് എന്ന ചോദ്യത്തിന് പത്രമല്ല, റേഡിയോ അല്ല, ടെലിവിഷൻ അല്ല, സൈബർ സ്പേസിലെ വ്യവഹാരങ്ങളല്ല, മറിച്ച് കോമൺ സെൻസ് എന്ന് വിളിക്കപ്പെടുന്ന സാമാന്യബോധമാണ് ഏറ്റവും അദൃശ്യമായ, മറ്റെല്ലാ മാധ്യമങ്ങളുടെയും നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള മാധ്യമങ്ങളുടെയും മാധ്യമം എന്ന് സാമാന്യബോധത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. മാധ്യമ വിശകലനം ആരംഭിക്കേണ്ടത്, മാധ്യമ വിചാരണ ആരംഭിക്കേണ്ടത് സാമാന്യബോധം എന്ന് നമ്മൾ വിളിക്കുന്ന അധികാരബോധത്തിന് അനുകൂലമോ എതിരോ ആയിട്ടാണ്. അതുകൊണ്ട് മൗലികമായി മാധ്യമങ്ങളുടെ മണ്ഡലത്തിലും 2 കാഴ്ചപ്പാടുകൾ, അധികാരവിധേയ കാഴ്ചപ്പാടും അധികാരവിരുദ്ധ കാഴ്ചപ്പാടും ഏറ്റുമുട്ടാതെ വയ്യ. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ ഭൂമിയിലെ ഒരൊറ്റ മാധ്യമത്തിനും നിഷ്പക്ഷമായി നിലനിൽക്കാൻ പറ്റില്ല. അങ്ങനെ ആലോചിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം, പലവിധ അധികാരങ്ങൾ, ആ അധികാരങ്ങളിൽ ചരിത്രപരമായി തിരിച്ചറിയപ്പെട്ട ഏറ്റവും അപകടകരമായ അധിനിവേശം എന്ന് പറയുന്ന
മൂലധനത്തിൻ്റെ അധിനിവേശമാണ് സാമ്രാജ്യത്വം എന്ന് വിളിക്കുന്ന, നവസാമ്രാജ്യത്വം എന്ന് വിളിക്കുന്ന ഒരു വിപൽക്കരമായ ശക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു നിരീക്ഷണം വ്യക്തമാക്കാൻ പ്രധാനമായും അധിനിവേശത്തിൻ്റെ ആക്രമണത്തിന് നിരവധി തവണ വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യൻ ജനത എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും അധിനിവേശം എങ്ങനെയാണ് ജനങ്ങളുടെ ജീവിതത്തെ, അവരുടെ കാഴ്ചപ്പാടുകളെ മലിനമാക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ ഒരു പഴയ ആഫ്രിക്കൻ കഥയുടെ ഒരു ചുരുക്കം മാത്രം ഞാൻ ആദ്യം ചൂണ്ടിക്കാണിക്കാം. അധിനിവേശമാണ് മാധ്യമങ്ങളിലൂടെ രൂപപ്പെട്ടു വരുന്നത്. അത് മൂലധനത്തിൻ്റെ ഒരു അജണ്ട തന്നെയാണ്. അത് വളരെ മുമ്പേ തന്നെ തുടങ്ങിക്കഴിഞ്ഞതാണ്. അത് ഇന്നും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ജനതയെ, ഒരു സമൂഹത്തെ, ഒരു രാഷ്ട്രത്തെ, വ്യക്തികളെ ഒക്കെ എങ്ങനെ അവരുടെ പ്രതിച്ഛായ മലിനമാക്കാൻ കഴിയും എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒന്നാണ് നമ്മൾ ഇന്നും സാമൂഹ്യ പാഠത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വന്നെങ്കിലും നമ്മുടെ മനസ്സിൽ മാറാതെ നിൽക്കുന്ന ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പറയുന്ന ആഫ്രിക്കയെക്കുറിച്ചുള്ള, ഒരുപക്ഷെ മനുഷ്യർ രൂപം കൊണ്ട ആദ്യത്തെ ഭൂപ്രദേശങ്ങളിൽ ഒന്ന് എന്ന് കരുതപ്പെടുന്ന ആഫ്രിക്ക. ആ ആഫ്രിക്കയെക്കുറിച്ച് പറയുമ്പോൾ ഇരുണ്ട ഭൂഖണ്ഡം, അപരിഷ്കൃതം എന്നൊക്കെയുള്ള ആശയങ്ങളാണ് നമ്മുടെ പോലും വിതിൻ കോട്ട് ഞാൻ വിവക്ഷിക്കുന്നത്. സാമാന്യേന ജനാധിപത്യ നിലപാടുകൾ പുലർത്തുന്ന മനുഷ്യരുടെ ഉള്ളിൽ പോലും ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ രൂപം കൊള്ളുന്ന കാഴ്ചപ്പാട് മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടാണ്. വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. പത്രം, റേഡിയോ, ടെലിവിഷൻ എന്നത് മാത്രമല്ല, പുസ്തകം, നാടകം, സിനിമ, പാട്ട് ഉൾപ്പെടെയുള്ളതും മാധ്യമങ്ങളുടെ ബൃഹത് ലോകത്തിൽ, ബൃഹത് മാധ്യമ ശൃംഖലയിൽ ഉൾപ്പെടും. ആ അർത്ഥത്തിൽ ആഫ്രിക്ക അവതരിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്, യൂറോപ്പ് അവതരിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്, ഏഷ്യ അവതരിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്, ഇന്ത്യ അവതരിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, ഞാൻ ആഫ്രിക്കയെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്. ഒരു ആഫ്രിക്കൻ കഥയാണ്. എങ്ങനെയാണ് നിഷ്പക്ഷത നിരാകരിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഒരു മികച്ച മാതൃക കൂടിയാണ് ഈ കഥ. ആഫ്രിക്കയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ആ കാഴ്ചപ്പാടിൻ്റെ പ്രതിനിധിയായ അലക്സാണ്ടർ ചക്രവർത്തി ആഫ്രിക്ക കാണാൻ പോവുകയാണ്. ആഫ്രിക്ക കാണാനല്ല അദ്ദേഹം പോകുന്നത്. അദ്ദേഹം മഹാനാണ് എന്നാണ് പറയപ്പെടുന്നത്. മഹത്വത്തിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഭൂതകാലത്ത്, പ്രത്യേകിച്ചും രാജഭരണകാലത്ത് എത്ര രാജ്യം വെട്ടിപ്പിടിച്ചു, എത്ര പേരെ വെട്ടിക്കൊന്നു, ഇതൊക്കെയാണ് മഹത്വത്തിൻ്റെ മാനദണ്ഡമായി ചിലപ്പോഴെങ്കിലും പരിഗണിക്കപ്പെട്ടു പോന്നിട്ടുള്ളത്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ മഹാനായ ചക്രവർത്തി ആഫ്രിക്ക സന്ദർശിച്ചപ്പോൾ ആഫ്രിക്കക്കാർ പതിവ് പോലെ അദ്ദേഹത്തിന് കുറച്ച് സമ്മാനങ്ങൾ നൽകി സ്വീകരിക്കുകയുണ്ടായത്രേ. അപ്പോൾ ആ രാജാവ് പറഞ്ഞു, നിങ്ങളുടെ സമ്മാനം സ്വീകരിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത്, മറിച്ച്. അപ്പോൾ അവർ ചോദിച്ചു, പിന്നെ എന്തിനാണ് അങ്ങ് വന്നത്? അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്ത് നീതി നിലനിൽക്കുന്നുണ്ടോ എന്നറിയാനാണ് ഞാൻ വന്നത്. അപ്പോൾ അവർക്ക് അത്ഭുതമായി. സത്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നീതി നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒരു കുറ്റാരോപണത്തിൻ്റെ ധ്വനിയുണ്ട്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കക്കാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുക. അന്ന് ആഫ്രിക്കയുടെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നമ്മുടെ കഥയുടെ സൗകര്യത്തിന് ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു. കേസിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് രണ്ട് അയൽക്കാർ തമ്മിലുള്ളതാണ്. ഒരയൽക്കാരൻ മറ്റൊരയൽക്കാരൻ ഒരു കൂടെ ഉമി വിറ്റു, പണം കൊടുത്തു. വാങ്ങിയയാൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നാലാമത്തെയോ അഞ്ചാമത്തോ ദിവസമാണെന്ന് തോന്നുന്നു, ഉമി വാരിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു കട്ട സ്വർണം അയാളുടെ കയ്യിൽ തടഞ്ഞു. ഉടൻ തന്നെ അയാൾ കനൽക്കട്ടയിൽ കൈതള്ളി പൊള്ളിയ പോലെ പിടഞ്ഞു. എന്നിട്ട് ഉറക്കെ ആക്രോശിച്ചു അയൽക്കാരൻ്റെ നേരെ. നീ എന്താണ് എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കാരണം അയൽക്കാരനൊന്നും മനസ്സിലായില്ല. അയൽക്കാരൻ ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? കാര്യം പറ, ലഹള ഉണ്ടാക്കല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്നോട് ഒരു കൂടെ ഉമി ഞാൻ വാങ്ങി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളതിന് പണവും തന്നല്ലോ, അത് തീർന്നല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, തീർന്നിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. എന്താ കാരണം? നിന്നോട് ഞാൻ വാങ്ങിയത് ഒരു കുട ഉമിയാണ്, അതിൻ്റെ പൈസയാണ് ഞാൻ തന്നത്. പക്ഷേ നീ എനിക്ക് തന്ന ഉമിയിൽ ഒരു സ്വർണം, ആ സ്വർണത്തിന് ഞാൻ പൈസ തന്നിട്ടില്ല. അതുകൊണ്ട് അത് എനിക്ക് അവകാശപ്പെട്ടതല്ല. അതുകൊണ്ട് അത് ഞാൻ സ്വീകരിക്കില്ല, നീ തിരിച്ചെടുക്കണം. അപ്പോൾ വിറ്റാൾ പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചത് എന്നെപ്പറ്റി? നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സത്യസന്ധതയും അവകാശബോധവും, എനിക്കും ഒരു അവകാശബോധമുണ്ട്.
ഞാൻ ഈ കുട ഉമി നിങ്ങൾക്ക് വിറ്റപ്പോൾ അതിൽ കരിക്കട്ടയാണോ സ്വർണ്ണക്കട്ടയാണോ എന്നതൊന്നും എൻ്റെ വിഷയമല്ല. അതിലെന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ഉള്ള വില നിങ്ങൾ തന്നു കഴിഞ്ഞു, എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇതാണ് കേസ്. രണ്ടയൽക്കാർ തമ്മിൽ ഇങ്ങനെയും കേസുണ്ടാവാം എന്ന് ഒരു പക്ഷേ നാം അമ്പരപ്പോടെ മനസ്സിലാക്കുന്നു. നമുക്കിന്ന് അമ്പരക്കാനേ പറ്റുള്ളൂ. ആ കേസാണ് അലക്സാണ്ടർ ചെന്നപ്പോൾ ഈ ആഫ്രിക്കയിലെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നടക്കുന്നത്. ഈ കേസിനാസ്പദമായ സംഭവം കേട്ടപ്പോൾ തന്നെ അലക്സാണ്ടർക്ക് തലകറക്കമുണ്ടായി. അയാൾക്കൊന്നും മനസ്സിലാവാൻ പറ്റുന്നില്ല. എന്തായാലും ആഫ്രിക്കയിലെ രാജാവ് എങ്ങനെയാണ് കേസ് വിധിക്കുക എന്ന് കേൾക്കാൻ വേണ്ടി അയാൾ കാതോർത്തിരുന്നു. അപ്പോൾ കണ്ടത് ആഫ്രിക്കയിലെ രാജാവ് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് രണ്ട് ചോദ്യമേ ചോദിച്ചുള്ളൂ. വിറ്റ ആളോട് ചോദിച്ചു നിങ്ങൾക്കൊരു മകളുണ്ടോ എന്ന് ചോദിച്ചു. വാങ്ങിയ ആളോട് ചോദിച്ചു നിങ്ങൾക്കൊരു മകനുണ്ടോ എന്ന് ചോദിച്ചു. കഥയുടെ സൗകര്യത്തിന് മകനും മകളും ഉണ്ടായിരുന്നു. ആഫ്രിക്കയിലെ രാജാവ് വിധി പ്രഖ്യാപിച്ചു. വിറ്റ ആളുടെ മകളെ വാങ്ങിയ ആളുടെ മകൻ വിവാഹം ചെയ്യട്ടെ എന്നായിരുന്നു വിധി. ഈ വിധി കേട്ടപ്പോൾ അലക്സാണ്ടർ തുള്ളിപ്പോയി. ഇങ്ങനെയുണ്ടോ ഒരു വിധി? ഇതെന്ത് വിധിയാണ്? അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചു. ചോദ്യം ഉന്നയിച്ചപ്പോൾ ആഫ്രിക്കയിലെ രാജാവ് ഒന്നും പറഞ്ഞില്ല. ഒറ്റ ചോദ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു. ആ ചോദ്യം ഇതാണ്: നിങ്ങളുടെ രാജ്യത്ത് ഇപ്പം മഴ പെയ്യാറുണ്ടോ എന്നായിരുന്നു ചോദ്യം. അലക്സാണ്ടർ ഒരു മറുപടിയും പറഞ്ഞില്ല. കുറച്ചു നേരം ആലോചിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, ഉവ്വ്, ഇതെന്ത് ചോദ്യമാണ്? അപ്പോൾ ആഫ്രിക്കയിലെ രാജാവ് തൻ്റെ കൈകൾ കൂട്ടിയടിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, അങ്ങനെയാണെങ്കിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ മൃഗങ്ങളെക്കുറിച്ച് ഓർത്ത് പ്രകൃതി കാണിക്കുന്ന കാരുണ്യമായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിത് വിവരിക്കുന്നത് നീതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ, നീതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ, വംശത്തിൻ്റെ സ്വകാര്യ സ്വത്തല്ല. അത് മനുഷ്യരായ മനുഷ്യർ നിലനിൽക്കണമെങ്കിൽ, മനുഷ്യ സമൂഹം നിലനിൽക്കണമെങ്കിൽ അനിവാര്യമായും എല്ലായിടത്തും ഉണ്ടായിരിക്കേണ്ട ഒരു സാർവത്രികമായ മൂല്യമാണ്. ആ മൂല്യം ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിൻ്റെ, യൂറോപ്പിൻ്റെ ഭാഗം മാത്രമാണ് എന്ന് കരുതുക വയ്യ. ആ അർത്ഥത്തിൽ ഒരു പക്ഷേ ഈ ആഫ്രിക്കൻ കഥ യൂറോ കേന്ദ്രിതം, യൂറോ സെൻറ്റേർഡ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെതിരെയുള്ള ആഫ്രിക്കൻ ജനതയുടെ കലഹത്തിൻ്റെ, കലാപത്തിൻ്റെ, ആത്മാവിഷ്കാരത്തിൻ്റെ ഗംഭീരമായ ഒരു മാതൃകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഒരു കാര്യം വ്യക്തമാക്കാനാണ്. മാധ്യമ പ്രചാരണത്തിലൂടെ, കൃത്യം വാക്കതല്ല, മാധ്യമ യുദ്ധത്തിലൂടെ ചില രാഷ്ട്രങ്ങളെ, ചില ജനസമൂഹങ്ങളെ ഒക്കെ അപകീർത്തിപ്പെടുത്താനുള്ള നിരന്തരമായ ശ്രമം മൂലധനത്തിൻ്റെ നേതൃത്വത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണാം. അതുകൊണ്ട് കൃത്യമായ പക്ഷം പുലർത്തിക്കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് എന്ന് കാണാം. അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെടുന്ന, ഭൂമിയിലെ നിന്ദിതരും പീഡിതരുമായ മനുഷ്യരുടെ പക്ഷത്ത് നിലനിൽക്കുന്ന മാധ്യമങ്ങളും തീർച്ചയായിട്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാധ്യമ വിശകലനം, വിചാരണ എന്ന് പറയുന്നത് വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള മാധ്യമങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു ചരിത്ര സന്ദർഭത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു വഴിയില്ല. എന്നാൽ ഞാനിവിടെ പറഞ്ഞതിലും ഒരു ലളിതവൽക്കരണമുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ കറുപ്പ് വെളുപ്പ്, തെറ്റ് ശരി, നീതി അനീതി എന്ന രീതിയിൽ വിഭജിക്കപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ വളരെ കൃത്യവും വ്യക്തവുമാണല്ലോ. പക്ഷെ അങ്ങനെയല്ല. അവിടെയാണ് അടുത്ത ഒരു കാര്യം വിശകലന വിധേയമാക്കേണ്ടത്. അത് പ്രത്യയശാസ്ത്ര വിശകലനമാണ്. അത്തരമൊരു വിശകലനത്തിന് മാർക്സ് മുതൽ ലൂയി അൽത്തൂസർ മുതൽ നിരവധി പേർ അവരുടെ ഇടപെടലുണ്ട്. ഞാനതിങ്ങനെ മാത്രം ചുരുക്കി പറയാം. നമ്മുടെ അധികാര വ്യവസ്ഥയെ, ഭരണകൂടത്തെ, സ്റ്റേറ്റിനെ വ്യത്യസ്ത രീതിയിൽ വിശകലന വിധേയമാക്കിയിട്ടുണ്ട്. അതിൽ അൽത്തൂസർ നൽകുന്ന ഒരു വിശകലനം അനുസരിച്ച് ഭരണകൂടത്തെ RSA ISA എന്നിങ്ങനെ, റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്, ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്നിങ്ങനെ സ്റ്റേറ്റ് പവറിനെ രണ്ടായി തിരിക്കുന്നുണ്ട്. അതിൽ RSA എന്ന് പറയുന്നത് പട്ടാളം, പോലീസ് തുടങ്ങി പ്രത്യക്ഷ മർദ്ദന സംവിധാനമാണ്. എന്നാൽ ISA എന്ന് പറയുന്ന ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, മാധ്യമം, സ്പോർട്സ്, സാഹിത്യം, കുടുംബം എന്നൊക്കെ പറയുന്നതാണ്. അവിടെ പ്രത്യക്ഷ മർദ്ദനമില്ല. അവിടെ സമ്മത നിർമ്മാണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
നോം ചോംസ്കിയുടെ പ്രസിദ്ധമായ പ്രയോഗമാണ് മാനുഫാക്ചറിങ് കൺസെൻറ്റ്. സമ്മതം നിർമ്മിക്കുക. നമ്മുടെ തന്നെ നിലനിൽപ്പിന് ഗുണകരമല്ലാത്ത, നമ്മുടെ തന്നെ നിലനിൽപ്പിന് അപകടമുണ്ടാക്കുന്ന ആശയങ്ങൾ നമ്മളെക്കൊണ്ട് തന്നെ അംഗീകരിപ്പിക്കുക. ഇതാണ് സമ്മത നിർമ്മാണം. പോലീസും പട്ടാളവും ഒക്കെ ഭരണകൂടാധികാരത്തിൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കാൻ പൗരസമൂഹത്തെ അടിച്ചൊതുക്കുമ്പോൾ അത് പ്രത്യക്ഷത്തിലുള്ള മർദ്ദനമാണ്. എന്നാൽ പ്രത്യയശാസ്ത്ര മണ്ഡലത്തിൽ പ്രത്യക്ഷത്തിലുള്ള മർദ്ദനത്തിന് പകരം ഒരു തരത്തിലുള്ള പ്രചാരണ യുദ്ധമാണ്, പ്രൊപ്പഗൻഡ വാർ. തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ മണ്ഡലത്തിൽ അത്തരമൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയം തന്നെ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരം പരിമിതികൾ നിലനിൽക്കുമ്പോഴും മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ പ്രാണവായുവാണ്. അതായത് വീക്ഷണപരമായി മാധ്യമങ്ങളോട് വിയോജിക്കുമ്പോൾ, ഒരു ജനാധിപത്യ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് മാധ്യമങ്ങളുടെ മൂലധന സേവയെ എതിർക്കുമ്പോഴും മാധ്യമങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അനിവാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ആധുനിക ജനാധിപത്യത്തിൻ്റെ പ്രാണവായുവാണത്. എത്ര തന്നെ വീക്ഷണപരമായ വ്യത്യാസങ്ങൾ പുലർത്തും